ഈ PVC പൈപ്പിൻ്റെ ഹോളും ഈ ഹോളുമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഞാൻ എടുത്ത എന്ന് വെച്ചാൽ ഇതുപോലെ PVC പൈപ്പ് ഇവിടെ അടിയിൽ ടച്ച് ചെയ്ത് ചേർത്ത് വെച്ചിട്ട് ഈ ഹോളിൻ്റെ അവിടെ വെച്ച് മാർക്ക് ചെയ്തു. ഈ വെച്ചിട്ട് മാർക്കുമ്പോൾ മാർക്ക് ചെയ്തു ഹോളിൽ. പക്ഷേ എന്നാലും പല ചട്ടികളും പല രീതിയിലാണ്. ചില പെട്ടികളുടെ ഉള്ളിൽ കുറച്ച് കുഴിഞ്ഞിരിക്കും കണ്ടേ, ഇതിനുള്ളിൽ ലേശം കുഴിവുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. അത് അപ്പുറ സൈഡിലും വെച്ചിട്ട് അളവെടുക്കുക. അത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ആ ഹോളിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏകദേശം കറക്റ്റായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള ചട്ടികൾ ചിലതിൻ്റെ അടിവശം ഫ്ലാറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ കണക്കാക്കി മെഷർ ചെയ്തിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് കറക്റ്റ് ഹോള് കയറിയിട്ടുണ്ടല്ലോ. ഇപ്പുറത്തെ ഹോളും അപ്പുറത്തെ ഹോളിൽ കൂടി കറക്റ്റ് പൊസിഷൻ കയറിയിട്ടുണ്ട്. അതുപോലെ മാർക്ക് ചെയ്തപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. ഇനി ഇതുപോലെ ഈ സൈഡും ആണ് ഹോൾ ചെയ്യണം. ഈ സൈഡും ഇതുപോലെയാണ് ഹോൾ ചെയ്യണം. മാർക്ക് ചെയ്യണം വെച്ചിട്ട്. അപ്പം വെച്ചിട്ട് കാണിച്ചു തരാം. ഇനി അടുത്ത സൈഡ് ഹോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഹോൾ ചെയ്ത് കയറ്റി വെച്ചിട്ട് അങ്ങനെ കയറ്റി വെച്ചിട്ട് ശേഷം ഈ കൂടെ പൈപ്പ് കിടത്തിയിട്ട് അവിടെ മാർക്ക് ചെയ്യുക. കറക്റ്റ് ലെവലായിട്ട് പിന്നെ കറക്റ്റ് സ്പിരിറ്റ് ലെവലായിട്ട് നോക്കിയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ അപ്പുറത്തെ സൈഡ് ഹോളിൽ കൂടി കയറ്റിയിട്ട് ഇങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് നേരെ വെച്ചിട്ട് അവിടെ അതുപോലെ മാർക്കിംഗ് പെന്ന് വെച്ച് മാർക്ക് ചെയ്യുക. കറക്റ്റ് ലെവൽ ചെയ്തിട്ട് ഏകദേശം കറക്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കറക്റ്റായിട്ട് കടക്കില്ല. കറക്റ്റായിരിക്കണം നമ്മൾ ചെയ്യണം. 4 സൈഡിലും കറക്റ്റായിട്ട് ഇട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹോൾ ഇവിടെ കറക്റ്റ് ആയില്ല. കറക്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇവിടെ ഈ PVC ഹോൾ കുറച്ചും കൂടി ഇവിടെ വലുതാക്കി. നമ്മൾ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പുറത്തെ ഹോളിലൊന്നും ചെയ്യരുത്. ഈ ഹോളിൽ നമുക്ക് PVC ഹോളും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. PVC ഹോൾ ഒരു സൈഡ് കുറച്ച് വലുതാക്കിയാൽ മതി. 2 സൈഡ് വലുതാക്കരുത്, ഒരു സൈഡ് മാത്രം വലുതാക്കണം. അപ്പോൾ ആ സൈഡ് കുറച്ച് വലുതാക്കിയപ്പോൾ കറക്റ്റ് ഒരു ലേശം ഒരു MM മാറിക്കഴിഞ്ഞാൽ അതിന് കറക്റ്റ് കയറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ PVC ഹോളുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഏതെങ്കിലും ഒരു സൈഡിൽ ഹോൾ വലുതാക്കാം. അങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് 4 അടി ഹൈറ്റാണ്. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ലോക്ക് ഇടും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ സ്റ്റോപ്പർ ഇട്ട് കൊടുക്കും. 4 സൈഡിലും സ്റ്റോപ്പർ ഇട്ട് കൊടുത്ത് 1/2 ഇഞ്ചിൻ്റെ സ്റ്റോപ്പറും മുകളിൽ 3 ഇഞ്ചിൻ്റെ സ്റ്റോപ്പറും. ഇവിടെ 4 സ്ക്രൂ കൂടി വെക്കണം. 3 സൈഡിലും ഒരു സ്ക്രൂ വയ്ക്കണം. അതിന് കഴിഞ്ഞാൽ ഇത് ഓക്കെ. ഇത്രേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ സ്റ്റാൻഡ്. ഇനി ഇതിൽ നമ്മൾ നിറച്ച് ചെടി നട്ടതിന് ശേഷം പ്ലാന്റ് നടുക. പ്ലാന്റ് നട്ടിട്ട് വളർന്ന് വരുമ്പോൾ ഇങ്ങോട്ടും നടക്കുക. ഇവിടെ നിന്ന് 3 പ്ലാന്റ് നടുക. വേറെ ഇങ്ങോട്ടും നടക്കുക, വേറെ ഇങ്ങോട്ടും നടത്ത് ഇങ്ങോട്ടും. അത് 3 കൂടി കെട്ടിക്കൊടുക്കുക. ഇവിടെ സ്കൂളിൽ പുള്ളി കെട്ടിക്കൊടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേര് പിടിച്ചത് സെറ്റായി പോകും. ഇത് ചെയ്താൽ മതി. ഓക്കെ. ഇതിൻ്റെ അടിയിൽ കുറച്ച് ഹോള് ചെയ്യാനുണ്ട്. അടിയിൽ വെള്ളം പോകാനുള്ള ഹോളുകൾ അടിയിലിടാനുണ്ട്. അതും കൂടെ ഉള്ളൂ. റെഡിയാക്കി ഹോളിടുന്ന 4 സൈഡിലും ഹോളിടാനുണ്ട്. വെള്ളം പോകാനുള്ള ഹോളിടാനുണ്ട്. ഇതൊക്കെ സോൾഡിങ് അയൺ വെച്ചിട്ടാണ് ഹോൾ ചെയ്യണം. ഈ വെള്ളം പോകാനുള്ള ഡ്രൈനേജ് 2 ലൈനായിട്ട് ഈസിയായിട്ട് വേണം. ഇത് പിന്നെ മുകളിൽ നേരെ ഇതിൻ്റെ മുകളിലായിട്ട് 1 ഇഞ്ച് മുകളിലും ഓരോ ഹോളിടുക. അങ്ങനെ ചുറ്റും ചെയ്യുക. ഈസിയായിട്ട് കളയ്ക്കുക. സോൾഡിങ് അയൺ ഇത് 100 രൂപ വരുള്ളൂ. ആമസോണിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കടകളിൽ നിന്ന് കിട്ടും.
അത് ചുറ്റും ചെയ്യുക. ചട്ടിയിൽ കുറച്ച് മെറ്റൽ വെയിറ്റ് വേണം. ചട്ടിക്ക് വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് മെറ്റലായിട്ടിരിക്കണം. മെറ്റല കൽപ്പൊടി എന്തായാലും ഇട്ടാൽ മതി. അതൊക്കെ ഇട്ടെങ്കിൽ എന്തായാലും അടിയിൽ കുറച്ച് വെയിറ്റ് കിട്ടാൻ വേണ്ടി വേണം. അല്ലെങ്കിൽ ഇവിടെ ചട്ടി മറയണം. ഞാൻ കുറച്ച് എല്ലാത്തിനും 4 ചട്ടിയുണ്ട്. 4 ചട്ടിയിൽ ഞാൻ മെറ്റലായിട്ടിരിക്കും. അവിടെ മെറ്റൽ കുറച്ച് പഴയതുണ്ടായിരുന്നു. വീടിൻ്റെയൊക്കെ പഴയ കഴിഞ്ഞാൽ കുറച്ച് മെറ്റൽ ബാക്കി ഉണ്ടായിരുന്നു, കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെറ്റലെടുത്തിട്ടിരിക്കും അടിയിൽ. ഭാഗം കുറച്ച് ഭാഗം ആ PVC പൈപ്പ് അടിയിൽ ക്രോസ് ചെയ്ത പൈപ്പ് മറയണ രീതിയിലാണ് ഇടം വരെ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു വെയിറ്റ് കിട്ടും ചട്ടി. അല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് മറയാനുള്ള സാധ്യത. മറയാതിരിക്കാൻ കുറച്ച് എന്തെങ്കിലും വെയിറ്റ് ഇട്ടാൽ മതി. ഒറ്റക്കാല അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് കട്ടേക്കല്ലുകൾ ഇട്ടാലും മതി. ഇത്തിരി വെയിറ്റ് കിട്ടാൻ വേണ്ടി. ഹോളുകൾ അടയരുത്. അടിയിൽ നമ്മൾ ഹോളുകൾ വെള്ളം പോകുന്ന ഹോളുകൾ അടയരുത്. അതിന് മുകളിൽ കണക്കാക്കി കുറച്ച് ഹോൾ ഇടണം. പിന്നെ മുകളിൽ കണക്കാക്കി വെള്ളം പോകുന്നിട്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കണക്കാക്കി കുറച്ച് 3-4 ഹോൾ മുകളിൽ ഇട്ട് കൊടുക്കണം കുറച്ച്. ഇത് അടിയിൽ മെറ്റൽ കഴിഞ്ഞിട്ട് കോഴിക്കാട്ടോട്ടുണ്ട്. കുറച്ച് ഒരു 5 കപ്പ് കോഴിക്കാട്ടോട്ടുണ്ട്. അതിന് മുകളിൽ ഒരു 5 കപ്പ് ചെറിയ കപ്പിൽ ആട്ടുകാട്ടോട്ടുണ്ട്. എല്ലാത്തിലും അങ്ങനെ തന്നെ ചെയ്തത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് 2 ഇഞ്ച് കനത്തിൽ ഉമ്മി ഇട്ട് കൊടുക്കും. 2 ഇഞ്ച് കനത്തിൽ ഉമ്മി ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ഉമ്മിയിലാണ് പ്ലാന്റ് വെക്കാൻ പോകും. ആ പ്ലാന്റിൻ്റെ ഭാഗങ്ങൾ ഉമ്മിയിൽ ടച്ച് ആവുള്ളൂ. വേര് ഇതിലേക്കും ടച്ചാവും, വളത്തിലേക്കും ടച്ചാവും. ആ രീതിയിലാണ് ഇടുമ്പോൾ പ്ലാന്റിൻ്റെ മാംസഭാഗമൊക്കെ ഉമ്മിയിലായിരിക്കും ടച്ചാവുക. പെട്ടെന്ന് ഫംഗസ് വരാനുള്ള സാധ്യത കുറഞ്ഞു. ഉമ്മി മാത്രമല്ല, പെട്ടെന്ന് വേര് വരാനും ഉമ്മി നല്ലതാണ്. ഇനി ഉമ്മിയും കൂടി ഇട്ടിട്ട് വേണം പ്ലാന്റ് വയ്ക്കാനായിട്ട്. ഇനി ഉമ്മി ഇട്ടിട്ടുണ്ട്. ഇനി ഏകദേശം 2 ഇഞ്ച് കനത്തിൽ ഉമ്മി ഇട്ടിട്ടുണ്ട്. ഇനി ആ പ്ലാന്റ് വയ്ക്കുന്ന ഭാഗത്ത് പതുക്കെ കുഴിച്ചിട്ട് ആ ഉമ്മി ഇറക്കി വെച്ചിട്ട് കുറച്ച് ഇറക്കി വെച്ചിട്ട് പ്ലാന്റിൻ്റെ ചുറ്റും ഉമ്മി കവർ ചെയ്തിട്ട് ഒന്ന് നടുക. ഈ 4 ചട്ടിയുണ്ട്. ഇപ്പോൾ 4 ചട്ടിയിൽ 4 വെറൈറ്റിയാണ് നടാൻ പോകുന്നത്. 4 വെറൈറ്റി പ്ലാന്റ് നടും. പ്ലാന്റ് നട്ടിട്ട് കളിച്ചാൽ കേട്ടോ. 4 വെറൈറ്റി പ്ലാന്റ് ചെയ്യുന്നത്. ഇത് ജിന്ത് എന്ന് പറയുന്നത്. ജിന്ത് ചൈനയുടെ ഉള്ളത്. ജിന്ത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നല്ല ഫ്രൂട്ടാണ്. നല്ലോണം ഫ്രൂട്ടുണ്ടാകും. കമേഴ്ഷ്യലായിട്ട് നടാൻ പറ്റുന്ന വെറൈറ്റി ജിന്ത്. അത് ഗ്രാഫ്റ്റിംഗ് ആണ്. ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊന്ന് 2 ഗ്രാഫ്റ്റിംഗ് ആണ്. മലേഷ്യൻ റെഡിൻ്റെ തണ്ടുമ്പോഴാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിയിൽ അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് മലേഷ്യൻ റെഡാണ്. മലേഷ്യൻ റെഡുമ്പോഴാണ് അത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്. ഇതാണ് ജിന്ത് എന്ന് പറഞ്ഞ വെറൈറ്റി. ഡാർക്ക് സ്റ്റാർ നല്ല ഫ്രൂട്ടാണ്. ഏകദേശം നമ്മുടെ സീഡ്ലെസ് മുന്തിരിയുടെ ടേസ്റ്റ് എന്തെങ്കിലും പറയണം. കഴിച്ചു നോക്കിയിട്ടില്ല. നമുക്ക് കഴിച്ചവർ പറഞ്ഞ് എല്ലാവരും ഡാർക്ക് സ്റ്റാർ. അതും ഗ്രാഫ്റ്റിംഗ് ആണ്. അതും ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ഇത്ര വലുതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് അമേരിക്കൻ ബ്യൂട്ടി. ഇതാണ് എല്ലാവരും ചിലർ പറ്റിക്കുന്നത്. എന്നെയും പറ്റിച്ചിട്ടുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു ഫാമിൽ നിന്ന് മേടിച്ച് മലേഷ്യൻ റെഡ് തന്നിട്ട് അമേരിക്കൻ ബ്യൂട്ടി എന്നും പറഞ്ഞ് മലേഷ്യൻ റെഡ് തന്നു. പലർക്കും അങ്ങനെ പറ്റുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ അമേരിക്കൻ ബ്യൂട്ടി. അതിൻ്റെ തണ്ട് കണ്ടാലും അറിയാം, ഫ്രൂട്ട് കണ്ടാലും. തണ്ടിൻ്റെ അടിച്ച് ഇതുപോലെ ഇങ്ങനെ വിട്ടുമാരിങ്ങനെ ഇരിക്കും. അതുപോലെ അതിൻ്റെ ഫ്രൂട്ടും നല്ല ടേസ്റ്റാണ്. ഫ്രൂട്ടും ടേസ്റ്റും. മലേഷ്യൻ റെഡും ഇത് ഒരിക്കലും ഒരുപോലെ വരില്ല. അമേരിക്കൻ ബ്യൂട്ടി പലർക്കും പറ്റുന്നുണ്ട്. അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ് മലേഷ്യൻ റെഡ് കൊടുക്കുന്നുണ്ട്. ആ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് പലരും. ഇതാണ് ശരിക്കും ഒറിജിനൽ അമേരിക്കൻ ബ്യൂട്ടി. ഞാൻ പർപ്പിൾ ഹെഡ്സ് എന്ന് പറഞ്ഞാണ്. ഇത് ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ചെറിയ തൈയാണ്. കുറച്ച് ഇപ്പുറ സൈഡിൽ വലുതായിട്ടുണ്ട്. കാരണം ഇത് പ്ലാന്റൊക്കെ വലുതായിട്ടുണ്ട്. ഇത് ചെറുതാണ്. ഇതിൻ്റെ ഒക്കെ വളർച്ച വലുതായി മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ഏത് വെറൈറ്റി വേണമെങ്കിലും പ്ലാന്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ
കൂട്ടിൽ PVC പൈപ്പിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. വിളിച്ചാൽ